മത്തമ്പൂവിൻ്റെ തോരൻ വെക്കുക. ഭയങ്കര ആരോഗ്യപ്രദമായിട്ടുള്ളൊരു സാധനമാണ് ഈ മത്തൻ്റെ പൂവ്. പണ്ട് പറയ ഉറുമ്പുകളെ കഴിച്ച് തിന്നാ കുഴപ്പമില്ല, കാഴ്ചശക്തി കൂടുന്നു അല്ലേ. നാളികേരം ഇല്ലാത്ത നാടുണ്ടാവില്ല തരുക, അവിടെ മത്തപ്പൂവ് ഉണ്ടാവില്ലോ. അപ്പൊ അവര് എങ്ങനെയായിരിക്കും ഇത് പാചകം ചെയ്യുക? കേൾക്കുമ്പോ ഓടിരിക്കും. പോകാതെ ഇവൻ ഭയങ്കര മുരുമുരുപ്പാണെങ്കിൽ ഭയങ്കര ഒരു ഷെയ്ക്കൻഡ് കൊടുക്കാൻ പറ്റണ പാട്. ഇന്ന് കർക്കിടക മാസം എത്രാം തീയതി തരുതേ അറിയില്ലേ? കർക്കിടക മാസം കഴിഞ്ഞിട്ടില്ല. നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പൊട്ടിച്ച് കൂട്ടാൻ വയ്ക്കാൻ പോവാണ്. അതിൽ ഉൾപ്പെട്ടതാണ് നമ്മുടെ മത്തനില. മത്തനില കൊണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരെണ്ണുണ്ടാക്കി. ഇവരുണ്ടാക്കിയ മത്തനില ഈ താളിപ്പ്, മലപ്പുറംകാരെ താളിപ്പ് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആളുകൾ കുറേ പേര് പറഞ്ഞു മത്തൻ്റെ പൂവ് കളയരുത്, കാരണം മേലെ പൊട്ടിക്കുമ്പോൾ കുറേ പൂവുകൾ ആൾ കണ്ടു. നമ്മൾ സാധാരണ പൂവുകൾ കൂടുതൽ ഇവിടെ ഉപയോഗിക്കുന്നത് ചെറിയേട്ടനാണ് ഉപയോഗിക്കുന്നത്. ചെറിയേട്ടൻ പൂവ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ വിടില്ല. ഏത് മത്തൻ്റെ പൂവ് ഇട്ടാ. അപ്പം നമ്മളും മത്തൻ്റെ പൂവ് കൊണ്ട് പറഞ്ഞപ്പോൾ കുറേ പേര് കുറേ തരത്തിലുള്ള റെസിപ്പി പറഞ്ഞു. പക്ഷേ ഭൂരിഭാഗം പേരും മത്തൻ്റെ ഇല തോരനാണല്ലേ, സിമ്പിൾ തോരനല്ലേ വയ്ക്കുന്നത്. പിന്നെ ഈ നമ്മുടെ ശ്രീദേവി ഡോക്ടർ ഒരു ഉഗ്രൻ സാധനം പറഞ്ഞു. ഈ ആസാമിലൊക്കെ ഈ വയ്ക്കുന്ന മത്തൻ്റെ പൂവ് കൊണ്ടേ ഓരോ സാധനങ്ങൾ വയ്ക്കുന്ന സാധനങ്ങളൊക്കെ പറഞ്ഞു തന്നത്. മത്തൻ പൂവിൻ്റെ ദോശ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ പറഞ്ഞു. അത് നമുക്ക് പിന്നെ വയ്ക്കാം. ഇപ്പം നമുക്ക് മത്തൻ പൂവിൻ്റെ തോരൻ വയ്ക്കാം. മത്തൻ പൂവിൻ്റെ തോരൻ വയ്ക്കാം കേട്ടാ. അപ്പോൾ നമുക്ക് പൂവിൻ്റെ ഇല പൊട്ടിക്കാം, മത്തൻ്റെ ഇല പൊട്ടിക്കാൻ, അല്ല മത്തൻ്റെ പൂ പൊട്ടിക്കാൻ പോവാണ്. തേങ്ങ ആകെ തല തിരിഞ്ഞതിൻ്റെ എന്തോ ഉണ്ട്. തേങ്ങ മത്തൻ്റെ പൂ ഇത് പിടിച്ചേ സരിത. ഞാനൊക്കെ പിന്നെ ഈ എല്ലാവരും പറഞ്ഞപ്പോഴേ ഇതൊന്നും വലിച്ച് കളഞ്ഞില്ല ചേട്ടാ. ഇതിപ്പോൾ സമയം കാലത്ത് 10 മണിൻ്റെ. അപ്പോൾ വെയിൽ കൊണ്ട് കത്രിക വേണ്ടതിന് ഇത് നല്ല വിരിഞ്ഞ് വെക്കായിരുന്നു കാലത്തിട്ടാ. ഇതിപ്പോൾ വെയിൽ കൊണ്ടിട്ടെന്ന് ഇതാണ് കേട്ടാ. അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല, നല്ല വിരിഞ്ഞ് ഇങ്ങോട്ട് വിരിഞ്ഞ് നിൽക്കണതായിരുന്നു. നല്ല ഭംഗിയുണ്ട് കണ്ടാ. ഇതിങ്ങനെയായിരുന്നു വിരിഞ്ഞിട്ട് നിൽക്കണമായിരുന്നു. ഇതൊക്കെ കണ്ട നല്ല ഭംഗിയിൽ വിരിഞ്ഞ് നിൽക്കണമായിരുന്നു. അപ്പോൾ ആ സമയത്ത് പൊട്ടിക്കേണ്ടതായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയും കുറേ പൂളുണ്ടായി നിൽക്കുന്നുണ്ട്. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്ന് എനിക്ക് അതിന് ഞാൻ ആലോചിച്ചപ്പോ ഒരു മിനിറ്റ് ഇവിടെ ഞാൻ ഒരു വടി വെച്ചിട്ടായിരുന്നു തന്നെ. അതെ വടിനി പാമ്പൊന്നല്ല. ഇതേ ഇവിടെ കുറേ പൂവുണ്ടായിരുന്നു. അതെ എൻ്റെ കാലിക്കിൽ കണ്ട ഇതിൻ്റെ ഇടയിലുണ്ട്. ഞാൻ 20 പൂവുണ്ടായിരുന്നു. അപ്പോൾ വയ്ക്കാൻ ചേച്ചി. അപ്പം എന്തൊരു മഴയാണ് കാരണം സരിത, എന്തൊരു മഴ പെയ്തില്ലേ നമുക്ക്, ഭയങ്കര മഴ പെയ്തില്ലേ മിനിഞ്ഞാന്നല്ലേ. നമ്മൾ വീഡിയോ എടുത്തില്ല. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് പൂവ്. ഭയങ്കര ആരോഗ്യപ്രദമായിട്ടുള്ളൊരു സാധനമാണ് ഈ മത്തൻ്റെ പൂവെന്ന് പറയുന്നത് കേട്ടു. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ചാറ്റ് ജിപിയോട് ചോദിക്കാം. ആൾ പറയുന്നതാണല്ലോ ഇപ്പോൾ അവസാന വാക്ക്. ഇപ്പം ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാറ്റ് ജിപിടി വന്ന കാരണം നമുക്ക് വേറെ ആരോടും ഒരു അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല. എന്താണ് പ്രശ്നം നിങ്ങളുടെ നമ്മുടെ അയ്യോ അതടക്കം പൊട്ടിച്ചോ മത്തയ അത് വലുതാവില്ല. ചാറ്റ് ജിപിയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് മത്തൻ്റെ ഇടയിൽ എന്തുട്ടാ കടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പം പറഞ്ഞുതരും. ഭയങ്കര അറിവുള്ള ഒരു മനുഷ്യനാണ് ചാറ്റ്. ഏയ് അതെനിക്കറിയാം, ഞാൻ വെറുതെ പറഞ്ഞാണ്. അപ്പോൾ കുറേ എണ്ണ ഇപ്പം എത്രണ്ണായി? അപ്പുറത്തുണ്ട് ഇതുകൊണ്ട് കുറച്ചുകൂടി പ്രാണികളുണ്ട് കേട്ടോ. പ്രാണികളുണ്ടാവും, അതിനൊക്കെ നമുക്ക് കഴുകി കളയാലോ. ഇപ്പം നമ്മുടെ യൂട്യൂബ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ 8.5 കൊല്ലത്തിനുള്ളിൽ നമ്മൾ ആദ്യമായിട്ടാണ് മത്തൻ്റെ 12 അവിടെ 2 കൂടി ഉണ്ട്. അയ്യത് പാടിയതാ തല വെട്ടി കുഴിച്ചിട്ട് എല്ലാം പിടിച്ചു. ഒക്കെ പിടിച്ചു, ഒക്കെ കൂമ്പെടുത്ത് മുകളിലേക്ക് തുടങ്ങിയില്ലേ. എന്തിനു പെട്ടെന്ന് വരുന്നില്ലേ. അതന്നെ, ഇത് പിടിക്കില്ല എന്ന് പറഞ്ഞ് കുറെ പേര് കമന്റ് ഇട്ടുണ്ടായിരുന്നു. അവരുടെ ശ്രദ്ധയ്ക്ക് ഇതൊക്കെ വലുതാണ് വലുതാവില്ല വേണ്ട.
ഇത് നല്ല ഐഡിയ കേട്ടാ. അപ്പം ഇത് കുറച്ചെണ്ണം വാങ്ങിച്ചിട്ട് നട്ടിട്ട് പിന്നെ തുരിതുരെ പൊട്ടിച്ച് അങ്ങോട്ട് വെച്ചാൽ മതി. അതെ, അടിപൊളിയായിട്ടുണ്ടാവും. കാട് അവിടെ 2 പൂവും കൂടി ഉണ്ട്, അതുകൊണ്ട് പൊട്ടിക്കാൻ നോക്കണ്ട. 2 പൂവില്ല എന്നുണ്ട്. ഇതിന് മുകളിലുണ്ട് പൂവ്. അതെ, ഇതിവിടെ ഒരു പൂവുണ്ട്. ഇതൊക്കെ നല്ല ഭംഗിയിൽ കാലത്ത് വിരിഞ്ഞ് നടന്നതാണ്. കണ്ടാ, നല്ല ഭംഗിയിൽ വിരിഞ്ഞ് നടന്നതാ. അവർ പെട്ടെന്ന് ഈ വെയിൽ വന്നപ്പോൾ ഇങ്ങനെ കൂമ്പല്ലോ. ഞാൻ അതിൻ്റെ മുകളിലുണ്ടോയെന്ന് അറിയില്ല. മുകളിലുള്ളത് ഞാൻ എടുക്കുന്നില്ല. നമുക്ക് അത്യാവശ്യത്തിന് തോരൻ വയ്ക്കാനുള്ളത് ആയി. പിന്നെ നമ്മൾ ഇതിനെ കഞ്ഞിക്കിന് ഇട വയ്ക്കുന്നത്. കഞ്ഞിക്ക് ഞാൻ റെഡ് കഞ്ഞി വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിന് എനിക്ക് റെഡ് കഞ്ഞിനുണ്ട്. റെഡ് കഞ്ഞിയാണ് ഞാൻ വയ്ക്കുന്നത്. അതും വയ്ക്കാം. കുടിയിൽ നമുക്ക് പാചകം ചെയ്യാം. ഞാൻ നല്ല വേഷക്കിന് ഇട്ടോണത്. ചില സമയത്ത് തോമസ് മംഗലം പറഞ്ഞ പോലെ നല്ല വേഷത്തിൽ വരാം. ഈ പൂപ്ര വേഷമായിട്ട് ഇരിക്കണ്ടാണ് അല്ലേ? അല്ല, എല്ലാ വീഡിയോയിലും ചേട്ടൻ തോമസ് മംഗലത്തിനെ സ്മരിക്കുന്നുണ്ടല്ലോ, പരാമർശിക്കുന്നുണ്ട് ആളെ. ഞാൻ ചില ആളുകൾ, നമ്മുടെ പഴയ ആളുകളൊക്കെ ആലോചിക്കും. ചിലപ്പോൾ എല്ലാവരും പറയാനായിട്ട് മറന്നു പോയതായിരിക്കും. നമ്മുടെ അശോക് അവിടെ വരുന്ന നമുക്ക് കണ്ടമാനം കമ്മിറ്റ് തുടങ്ങുന്നത് അശോക് വേൾഡ് അല്ലേ? ആളിപ്പോൾ എവിടെയാവോ കാണാറില്ലേ? ഹെലികോപ്റ്റർ പോണോ? നമ്മുടെ വീടിൻ്റെ മോളിൽ കൂടെ കടന്നു പോണു. മത്തൻ്റെ പൂവിൻ്റെ തോരന് നമ്മൾ എൻ്റെ കഞ്ഞിൻ്റെ ഈ കഞ്ഞി ഇതിലൊരു പാത്രമാണ് കണക്ക് ചേട്ടൻ്റെ. ഇതൊരു പാത്രമാണ്. കണ്ട ഈ കളറ് അല്ല അരി. അത് 100% തവിടാണേണ്ടത്. 100% തവിടുള്ള ഇതാണ് നമ്മൾ കൂട്ടി കഴിക്കാനായിട്ടേ. ഇതിന് കഴുകുമ്പോൾ ഒന്നും ഒരു കളറോ അങ്ങനത്തെ ഇതുകളൊന്നും വരില്ല കേട്ടാ. വിലയുണ്ട് കേട്ടോ ഈ അരിക്ക്. പക്ഷേ ഫുള്ള് തവിടാണ്. കണ്ട ഇത് അടപ്പത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പുറത്ത് ഇത് ചെയ്യാമല്ലോ. നമ്മുടെ തോരൻ വയ്ക്കാമല്ലോ. നമ്മുടെ അടുപ്പിൽ 2 അടുപ്പുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരെ ഇപ്പോൾ നമ്മുടെ മറ്റേ ഈ സരിത 24 കണ്ടിട്ട് കുറേ പേര് നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണാൻ വന്നത്, പുതിയ ആളുകൾ കുറേ പേര് കയറിയിട്ടുണ്ട്. 24 ചാനലിൽ നമ്മൾ തമ്മിൽ കണ്ടില്ലേ? അപ്പോൾ പുതിയ ആളുകൾ കുറേ പേര് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ എനിക്കറിയാം. അപ്പോൾ അവർക്കറിയില്ലല്ലോ, അവർ പുതിയതായിട്ട് കാണുന്നത്. പിന്നെ നമ്മുടെ പഴയ വീഡിയോ കഴുകി നമ്മൾ ഈ കാലത്തിലാണ് ഇടുന്നത് കേട്ടാ. സരിതാ, ഞാൻ ഈ പൂവ് കഴുകി അരിയട്ടെ. ഈ പൂവ് നിറയെ കുഞ്ഞു പ്രാണികളാ, കുഞ്ഞുറുമ്പ്. കഴുകിയിട്ട് അരിഞ്ഞാൽ മതിട്ടാ. അല്ലെങ്കിൽ അവറ്റങ്ങൾക്ക് കൂടിയിട്ട് അരിയും. അതല്ല ഞാൻ പറഞ്ഞ കഴുകാൻ പോവാന്ന്. കുറച്ച് വെള്ളം ഒഴിക്കണം. നമുക്കിത് അടപ്പത്ത് വയ്ക്കാം. കേട്ടാ. ഇവിടെ ഇട്ട് നടക്കാനായിട്ട് എനിക്കൊരു ചെരുപ്പ് വാങ്ങിച്ചു തരൂ. ഈ പാരകണ്ട മതി എനിക്ക്. പാരകണ്ട ഏറ്റവും നല്ലത്. അത് മതി. ചെരുപ്പുകൾ നാശമായി തുടങ്ങി ഇവിടെ പുറത്ത് പിടണത്. ഇത് വെള്ളത്തിലിട്ട പൊക്കോളൂല്ലേ? വെള്ളത്തിലിട്ട് വയ്ക്കും. ചൈനീസ് ചാനലുകളിലൊക്കെ കാണാല്ലേ ഇങ്ങനെ പൂക്കള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കുറേ പൊട്ടിച്ചിട്ട് അവരിങ്ങനെ വലിയ മരത്തിന്റെ വീപ്പ പോലത്തെ ഇങ്ങനെ വെള്ളം എവിടെ നേരം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടാവും. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ അതിങ്ങനെ കഴുകിയെടുക്കും. നല്ല ഭംഗിയാ കാണാൻ. കുറച്ചേരം താത്തിരി അപ്പോൾ പ്രാണികളൊക്കെ ഇങ്ങനെ പൊന്തും. ഇത് കഴുകണ വിധം വില മനസ്സിലായിട്ടുണ്ട്. മത്തം പൂവിൻ്റെ അല്ല ഇതിന് വില. ഇതിൻ്റെ ഉള്ളിൽ വില പ്രാണികളും കൃണികളൊക്കെ ഇല്ലേ? ഉള്ളിലൊന്നും ഇല്ല. അപ്പോൾ മറ്റേ കുഞ്ഞുറുമ്പുകളാണ് നിറയെ. 2 വടം കഴിയേ. അതായത് നമ്മുടെ തീ കത്തിയിട്ടാ. അതെ, ഈ മത്തൻ്റെ പൂവ് കഴുകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെറുതെ ഇട്ട് കാണുമ്പോൾ നല്ല ഭംഗിയിലാവും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എവിടെയാണ് പ്രാണികൾ കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ അല്ല, ഉള്ളിലത്തെ പ്രാണികളൊക്കെ ഓരോന്നും എടുത്തിട്ട് ഞാൻ അങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കാണിച്ച് കഴുകി. പക്ഷെ കഴുകി കഴിഞ്ഞാൽ ഇതിൻ്റെ ഏതോ ഒരു രഹസ്യം അറിയുന്ന പിന്നെ വന്നുകൊണ്ടിരിക്കണു ചിലതിൻ്റെ. അപ്പോൾ നമ്മൾ വെറുതെ ഒറ്റ കഴുകിൽ കഴുകിയിട്ട് ഇതായിട്ട് കഴിഞ്ഞാൽ കുറേ പ്രാണികളെ നമ്മൾ തിന്നുന്നർത്ഥം. പ്രാണി എന്ന് പറഞ്ഞാൽ കുഞ്ഞിതായാലും പ്രാണികൾ തന്നെയില്ലേ, വലുതായാലും ഉള്ളിൽ തേനുണ്ടാവും. അത് കുടിക്കാൻ വരണതാവും. അപ്പോൾ നന്നായി വൃത്തിയാക്കിയിട്ടാ. ഇനി സരിത അരിയാൻ പോണ്. നമ്മുടെ കഞ്ഞീരത് തീ അടിപൊളിയായിട്ട് കത്തി തുടങ്ങിയിട്ടപ്പോ കത്തി കൊണ്ട് അങ്ങോട്ട് അരിയല്ലേ? പിന്നെ അല്ലാണ്ട് അല്ല, മറ്റേത് കത്തി തൊടാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? നീ കത്തി കൊണ്ട് അരിഞ്ഞോ? അതെ, അരിയാൻ തുടങ്ങിയപ്പോഴുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, രഹസ്യം കണ്ടുപിടിച്ച് ഇതിൻ്റെ ഉള്ളിൽ സാധനമാണ്. അപ്പോൾ അത് നമുക്ക്
ദേ അത് എടുക്കാണ്ടിരിക്കണ ചേട്ടാ. വേണ്ട. അതിനെ പൊട്ടിച്ച് മാറ്റിയേക്ക്. അത് തന്നെ കഴുകിയിട്ട് ഇതാണ്ട ഇത് ഇങ്ങനത്തെ സാധനങ്ങളുണ്ട. ഇതിൽ നിന്നാണ് ഈ സാധനം വരുന്നത്. അപ്പം അത് മാറ്റി വെച്ചിട്ട് സരിതായിരിക്കും. അല്ല അത് കളയണ്ടാന്ന്. അത് കഴുകാൻ വേറെ ആ വേണ്ട. ഈ സാധനം അടിപൊളിയായിട്ട് തീ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഒറ്റയടിക്ക് ആളുകൾ അരിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല അല്ലേ? എന്തായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ള അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ട് കേട്ടാ. പിന്നെ അതുകൊണ്ട് ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മത്തം പൂവ് കഴിഞ്ഞു. ഇനി അത് വേണമെങ്കിൽ കഴുകിയിട്ട് അല്ല നോക്കി നോക്കിയ എല്ലാത്തിൻ്റെ ഉള്ളിലില്ല, ചിലതിൻ്റെ ഉള്ളിലുള്ളൂ. ഇതിലൊന്നും കാണാനില്ല. പറഞ്ഞ ചിലതിൻ്റെ ഉള്ളിലുള്ളൂ. ഇതിൻ്റെ ഉള്ളിലൊന്നും ഇല്ലേ? ഫസ്റ്റ് മുറിക്കേൻ്റെ ഉള്ളിലുണ്ട്, ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിലുണ്ട് കണ്ട. ആ അത് കഴുകാം. അത് മാത്രം കഴുകി തന്നു, ബാക്കിയുള്ള ഞാൻ അരിയാം. ഇതിൻ്റെ ഉള്ളിൽ സൂക്ഷ്മ പണ്ട് പറയോ ഉറുമ്പുകളെ കഴിച്ച് തിന്നാ കുഴപ്പമില്ല, കാഴ്ച ശക്തി കൂടുന്നു അല്ലേ? പഞ്ചസാരയിലാണ് പണ്ട് ഉറുമ്പ് ഉണ്ടാവുക, ചായയിലൊക്കെ ഉറുമ്പ് കിടക്കുന്നുണ്ടാവും. അപ്പം അമ്മമ്മ പറയാം അതൊന്നും സാരില്ല, അതൊക്കെ കഴിച്ചോ, അത് നല്ലതാ, ഉറുമ്പിനെ തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിന് കാഴ്ച കൂടുന്നു. അതെന്താ അങ്ങനെ പറയാൻ കാരണം? എന്തുണ്ടാവും അത് ആളുകള് ഈ ഒന്നും പുറത്ത് കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം വിലപ്പെട്ടതെല്ലാം നിസ്സാരമായിട്ടുള്ള സാധനങ്ങൾ മാത്രമല്ല നമുക്ക് കിട്ടുന്നത് ഭക്ഷിക്കാനായിട്ട്. പഞ്ചസാരയല്ല എന്താ ഉറുമ്പ് വരാത്ത? നമുക്കറിയാം പണ്ട് ചായ ഉണ്ടാക്കി കഴിഞ്ഞ് വീട്ടിലൊക്കെ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ മുകളിൽ നിറയെ ഉറുമ്പുകൾ പൊന്തിയെടുക്കുന്നുണ്ടാവും. പഞ്ചസാര നല്ല മൂടി നമുക്ക് അങ്ങനെ അറപ്പ് തോന്നില്ല അല്ലേ? ഉറുമ്പ് കിടക്കുന്നുണ്ടാലും ഉറുമ്പ് ലോകത്തിലെ എല്ലാ വക സ്ഥലത്ത് കൂടെ സഞ്ചരിച്ച് പോണതാ. പക്ഷെ നമുക്ക് ഉറുമ്പിനെ അറപ്പില്ല. പുഴുവിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലേ? ഉറുമ്പിനെ ഇതരിഞ്ഞു വെച്ചു. പലരും പലതരത്തിലാണ് ഉണ്ടാക്കുന്നത് കണ്ടേ. യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെയാണ് കേട്ടാ. ഇതിപ്പോൾ യൂട്യൂബിൽ നോക്കാനൊന്നുമില്ല. നീ ധൈര്യമായിട്ട് എന്തിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയോ. ഉലുവ അല്ല ഉഴുന്നും പരിപ്പിടാം, അരി വറുത്തിടാം, നാളികേരം ചെരുകിടാം, കടുക് പൊട്ടിച്ചിട്ട് എന്തൊട്ട് തേങ്ങ ചെയ്താലും കുഴപ്പമില്ല. അത് തോരനല്ലത്, ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കും. അതാണ്. തിളച്ചിറങ്ങി അരിയുടെ തിളച്ചിറങ്ങി തരുതേ കളിക്കട്ടെ. മത്തപ്പൂ തോരനിലേക്ക് നാളികേരം ഒന്ന് ചതച്ചെടുക്കണം വെറുതെ. വേണമെങ്കിൽ അങ്ങനെ തന്നെ ഇടാം, കുറച്ചെടുക്കണുള്ളൂ കേട്ടാ. നാളികേരം കൊണ്ടുവന്ന് മുഴുവൻ എടുക്കലേ, കാരണം അത് വാടി കഴിഞ്ഞൊരു ലേശം ഉണ്ടാവുള്ളൂ. വേണമെങ്കിൽ ഞാൻ തിന്നാം, ബാക്കിയുള്ളത് കുറയ്ക്കാനായിട്ട്. കുറച്ച് ജീരകം, നല്ല ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതിൽ ജീരകത്തിന് മാത്രം കരയ്ക്കാം. നാളികേരം ഇല്ലാത്ത നാടുണ്ടാവില്ല തരുത, അവിടെ മത്തപ്പൂവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ എങ്ങനെയായിരിക്കും ഇത് പാചകം ചെയ്യുക? നാളികേരം ഇല്ലാണ്ട് നാളികേരം ഇടണം എന്നൊരു നിർബന്ധമില്ലല്ലോ. ഇതൊക്കെ നമ്മുടെ ചെയ്യുന്നതല്ലേ. അതെ. ബാക്കി നാളികേരത്തിന് വെറുതെ ഒന്നിങ്ങനെ ഒതുക്കി എടുക്കണുള്ളൂ കേട്ടാ. ഇപ്പോൾ ഇവിടെ നല്ല വെയിലാണ്. അപ്പോൾ സരിത് നിൽക്കുന്നിടത്തും വെയിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ മാങ്കോശി വെച്ചിട്ടുണ്ടെന്ന്. ആ മാങ്കോശിയും കുറച്ച് കഴിയുമ്പോൾ തണലാകുമ്പോൾ സരിതിക്ക് തണൽ കിട്ടൂടെ ട്രേ. പേടിക്കണ്ടെന്ന്. എനിക്ക് എന്തിട്ട് പേടി? പറയണത് കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും ഞാൻ ഫുൾ ടൈം ഇവിടെ നിന്ന് അരയ്ക്കാന്ന്. അല്ല എന്നാലും വെയിലാന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ഓടി പോവില്ലോ. ഇതിപ്പോൾ തണലാവണമെങ്കിൽ ഒരു 4 കൊല്ലം പിടിക്കിട്ട, വേറെ കാര്യം. എന്തുട്ടാ വല്ല ഇതുണ്ടാ പിഞ്ഞാണ് എന്തെങ്കിലും? തീ കത്തിച്ചിട്ടുണ്ട് അല്ലേ? തീ കത്തിച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടാ? ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് വെളിച്ചെണ്ണ മതി അല്ലേ? ഇതൊക്കെ ഹെൽത്തി സാധനങ്ങളല്ലേ. അപ്പോൾ വെളിച്ചെണ്ണ ശരിക്ക് പാടില്ല അല്ലേ? എന്തേ വെളിച്ചെണ്ണ അത്ര അൺഹെൽത്തി സാധനമാണോ? വെളിച്ചെണ്ണ നല്ലതാ. അല്ല അധികം ഒഴിക്കണ്ടെന്ന് മാത്രമല്ലോ. അതെ, മറ്റേ സൺഫ്ലവർ ഓയിൽ പോലുള്ള മറ്റുള്ള ഓയിലുകളെക്കാളും നല്ലതല്ല. അല്ല ഒറിജിനൽ സൺഫ്ലവർ ഓയിൽ നല്ലതാന്ന് തോന്നുന്നുണ്ട്. വില കൊടുത്ത് മനുഷ്യൻ മുടിയും 500 വരും. 600 നമ്മുടെ അതിലത്തെ കുരു, നമ്മുടെ മറ്റേ ഈ
ശോഭ സിറ്റിയിൽ പോയിപ്പോൾ ഫാത്തിമ സൂപ്പർ മാർക്കറ്റില്ലേ അവിടെ പോയിപ്പോൾ അവർ ഈ സൂര്യകാന്തിയുടെ കുരു ആട്ടിയിട്ട് നമ്മുടെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് തരും, ഓയിലാക്കി തരും. അതിന് നല്ല വിലയുണ്ട്. ആ അത് നല്ല വിലയാ. അതില്ലേ അത് നമ്മൾക്ക് ഒട്ടലില്ല. നമ്മൾ സാധാ സൺഫ്ലവർ ഓയിൽ വാങ്ങിക്കണത് ആ കുപ്പിയുമൊക്കെ നമുക്ക് പിടിക്കുമ്പോൾ ആകെ ഒട്ടലല്ലേ. പിന്നെ അത് പാചകം ചെയ്ത് ആ പാത്രമൊക്കെ ഒരു ജാതി പോലെ ഇരിക്കും. ഒട്ടല് എത്ര തേച്ച് കഴുകിയാലും വൃത്തിയാവില്ല സൺഫ്ലവർ ഓയിൽ ചെയ്യുമ്പോൾ. വെളിച്ചെണ്ണ ചൂടായി ഇതങ്ങനെയൊന്നല്ല, അടിപൊളിയാണ്. കടുക് മണിയുടെ പാട്ട് ഓർമ്മ വരുന്നു. പൊട്ടണ എൻ മനം പൊട്ടണ ചൂളമരത്തിൻ്റെ പൂളമരത്തിൻ്റെ അല്ലേ? അയ്യോ ചൂളമരം വായല്ലോ ഒരുപാടല്ലേ. ഓ ചേട്ടന് പിന്നെ കുഴപ്പമില്ല. പച്ചമുളക്, ഉള്ളി, വേപ്പില വിട്ടുവിട്ടാ. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. മുളകിൻ്റെ പുട്ട് വരുന്നുണ്ട്. മുളക് ഇതിൽ മുളക് പൊടി ഇടുന്നില്ലല്ലോ, വെറുതെ എന്തായാലും ഇതിൻ്റെ രസം കഴിഞ്ഞിട്ടെന്ന് അറിയാനൊരു ആകാംക്ഷൻ്റെ കേട്ടാ. അതെ, ചെറിയ മത്തപ്പൂവ് ആട്ടി കഴിക്കാന്നുകൊണ്ട് ചെയ്യാം. സ്വല്പം ഉപ്പ് ചേർത്ത് കോവക്കായൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേറെ കൂട്ടാനുകൾ വെക്കണേലൊക്കെ ഇടും. ഇതൊന്നും അറിയാണ്ട് പോവപ്പോ അത് മാത്രമായിട്ടൊരു കൂട്ടാൻ അങ്ങനെയൊന്നും ഇല്ല. കോവക്കായൊക്കെ നടു കയറിയിട്ട് പൂട്ടുമുമ്പല്ലേ, നമ്മളെ പൂട്ടുമുമ്പം അതിൽ ചെറുതായിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് പൂട്ടുമുമ്പത്തിൽ വെച്ച് പുഴുങ്ങിയിട്ട് അത് ഉപ്പിടില്ല, ഒട്ടും ഉപ്പിടില്ല. എന്നിട്ട് അത് വെറുതെ കഴിക്കും. വെണ്ടക്കായ സാധനങ്ങളൊക്കെ അതന്നെ. ചെറുടെ പച്ചക്കറി ഒന്നും ബേസ്റ്റ് വരില്ലേ. ചെറുടനെ എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഇങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയിട്ട് പൂവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ വീഡിയോ യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ട് കുറേ 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ മുരിങ്ങയുടെ പൂവുണ്ട്. ആ തോടിൻ്റെ അവിടെ കണ്ടമാനം മുരിങ്ങ പൂവുണ്ടായിരുന്നില്ലേ, മറ്റേ ഇവരെ വീടിൻ്റെ അവിടെ. അതുകൊണ്ട് തോരണ്ടാക്കിയിട്ടുണ്ട്. അല്ലാണ്ട് നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മുടെ ഓർമ്മയിൽ അമ്മ പോലും വെച്ചിട്ടില്ല. ഇഷ്ടം പോലെ മത്തം പൂവ് ഉണ്ടായിട്ടുണ്ട്, കുറേ തരം പൂവുകളായിരിക്കും. അറിഞ്ഞെങ്കിൽ അമ്മ എന്തായാലും കളയില്ല. അത് കഴിക്കാൻ പറ്റുന്ന സാധനം അറിയെങ്കിൽ നിങ്ങളൊക്കെ തീറ്റിച്ചാലും തീറ്റി. അത്രയ്ക്കധികം പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ മത്ത, കുമ്പള, അങ്ങനത്തെ കുമ്പളം ഓണത്തിന് പൂക്കളിടാനാ ഇതൊക്കെ ഉപയോഗിക്കുക. മത്തന്റെ ഒക്കെ പൂവ് ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോ ഈ നാളികേരം ചതച്ച് വെച്ചതില്ലേ, ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി അത് ഇട്ട് കൊടുത്തു. മത്തപ്പൂവൊക്കെ ആളുകൾക്ക് കിട്ടാനായിട്ട് വഴിയൊന്നുമില്ലല്ലോ. വീട്ടിലുണ്ടായിങ്ങനെ നമുക്ക് പൊട്ടിക്കാനുണ്ട്. അയലോകത്തൊക്കെ പോയിട്ട് പൊട്ടിക്കാൻ പറയാം. അവർ പറയും അത് മത്ത ഉണ്ടാവണ്ടെന്ന് പറയും. ഇതൊക്കെ മറ്റേ ആൺപൂവെന്നല്ല, ആൺപൂവ കംപ്ലീറ്റ്. ഒരെണ്ണം മാത്രമേ പെൺപൂവ് ഉണ്ടാവുള്ളൂ. ഇത് നമുക്കുണ്ടല്ലോ, നമ്മള് നാളികേരോ അല്ല ദോശമാവിലേക്ക് അരക്കണേല് അരച്ചിട്ട് ദോശ ഉണ്ടാക്കാം. ഇങ്ങനെ വേറെ ആക്കാൻ നിൽക്കണ്ട. അപ്പൊ ആ ദോശ കൂടെ ശരീരത്തിന് ചെല്ലും. നല്ലൊരു മഞ്ഞ കളർ കിട്ടും ചെയ്യും ദോശക്ക്. പൊളിഞ്ഞു തുടങ്ങിയാൽ മതി. പൊളിഞ്ഞു തുടങ്ങിയ അരി കണ്ട നീക്കേ, കണ്ട ചെറുതായിട്ട് പൊളിഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ വേഗം വീഴും. അപ്പൊ ആ പൊളിക്ക് കുക്കറിലാ വെക്കാറ് കേട്ടാ ഞാൻ. കുക്കറിൽ ഇതൊരു പാത്രം വെച്ച് ഒരു വിസിലടിച്ച് സിമ്മിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് അല്ല 20 മിനിറ്റ് സിമ്മിലിടാം. 160 രൂപയോളം 170 രൂപയോളം ഈ അരിക്ക് വിലയുണ്ട്. പക്ഷെ നമുക്ക് ഒരു സ്വല്പം അരി മതി, നമുക്ക് ഒരു അടിപൊളി കഞ്ഞിക്കിട്ടാ മതിട്ടാ. ഈ നാളികേരം വറവാവൊന്നും വേണ്ട, വെറുതെ ഇങ്ങനെ ആയാ മതി. ഞാട്ട് തരാൻ വേണമെങ്കിൽ. ആയ് മനോഹരമായ കാറ്റാണ്. മഴക്കാരുണ്ട്, പക്ഷെ നല്ല കാലാവസ്ഥയാണ്. ഇവിടെ നിന്ന് ഇരിക്കാൻ തന്നെ കൊതിയാവും ഇപ്പോൾ. അതിന് മുന്നേ ഉപ്പിടുന്നുണ്ട് കേട്ടാ. ഉപ്പിടണം, ഉപ്പിടണം. പൂവ് വാടും, ഏത് കാരണം അറിയാൻ പറ്റില്ല. നമുക്ക് നോക്കിയിട്ടിടാം വേണമെങ്കിൽ. നമ്മൾ ഈ പൂവിടണം. തമിഴ്നാട്ടുകാർ കണ്ടമാനം ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലേ സരിത? അറിയില്ല. കഴിഞ്ഞൂലേ, സാധനം സെറ്റായി. അരിയൊക്കെ പെട്ടെന്ന് തന്നെയാവും. വാടിയത് ഇട്ടപ്പളിക്കും. അരി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. അരിയുടെ കാര്യല്ല ഞാൻ പറയണേ, കൂട്ടാന്റെ കാര്യം പറഞ്ഞു. അതെ, മത്തന്റെ ഇലയുടെ അടിയിൽ കണ്ട വെള്ളം കണ്ട, പൂവിന്റെ
അത് പറ്റിപ്പോ അത് വാല വെച്ച് അരിഞ്ഞിട്ട് വാല വയ്ക്കേണ്ടതായിരുന്നു. കഴുകിയപ്പോ അതിൽ കുറച്ച് വെള്ളത്തിനകത്ത് ആഗിരണം ചെയ്തിട്ടുണ്ടാവും. പിന്നെ പൂവില് അല്ല വെള്ളം ഉണ്ടാവും. കർക്കിടക മാസമായപ്പോഴേ ഞാൻ മുരിങ്ങയില തിന്നാൻ പറ്റിയില്ല. അപ്പം ഈ മുരിങ്ങയില ഇതിനെ ഞാൻ വെട്ടി നിറയെ ഇരുന്ന് കണ്ടുകള്. ഇപ്പോൾ സൗകര്യമാണ്. ഇപ്പോൾ പുതിയത് വന്നു തുടങ്ങി. അപ്പോൾ ഇത് ഇല ഉണ്ടായി കഴിയുന്നതോട് കൂടിയിട്ട് കർക്കിടക മാസം കഴിയും. കർക്കിടക മാസത്തിൽ ഒരു വിഷമുള്ള സാധനമാണല്ലോ ഇത് മുരിങ്ങയില. പിന്നെ നമ്മൾ കർക്കിടക മാസത്തിലും കഴിച്ചു തുടങ്ങും. അമ്മയ്ക്ക് കർക്കിടകമൊന്നും ഇല്ല. ഏത് മാസം അമ്മ മുരിങ്ങ കഴിക്കും? 365 ദിവസവും മുരിങ്ങയില കഴിക്കും. പിന്നെ നമ്മുടെ വയറ് സംബന്ധമായ ദഹനക്കേട് പോലത്തെ പ്രശ്നങ്ങളോ കണ്ണിന് കാഴ്ചക്കുറവോ ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക്. അമ്മ ഇവിടെ നിന്ന് നോക്കിയിട്ട് ഇപ്പം നമ്മൾ ആ ഫ്ലാറ്റ് അവിടെ കാണില്ലേ, വലിയ ഫ്ലാറ്റ് മുകളിൽ, അവിടേക്ക് അതിൻ്റെ മുകളിൽ ഒരാൾ നിൽക്കുന്നതായിരിക്കും. നമുക്ക് ഇങ്ങനെ മൊബൈലിലൊക്കെ സൂം ചിലപ്പോൾ ഒരു അമ്മ പറയും ചെറിയൊരു മോളെ അയാളുടെ കഴുത്തിൽ കിടക്കണ ചെയ്യന്റെ ഒരു കനം. അപ്പൊ നമ്മൾക്ക് ആളെ തന്നെ കാണുന്നുണ്ടാവില്ലേ. അപ്പോഴാണ് അമ്മ ആളുടെ കഴുത്തിന്റെ ചെയ്യനെ കുറിച്ച് പറയാ നമ്മളോട്. അത്രയ്ക്ക് സൂക്ഷ്മതയെ എവിടെ ആള് അവിടെ കണ്ട അവിടുത്തെ പണിയെടുക്കണ കണ്ട അതിന്റെ മുകളില്. അപ്പൊ നമ്മൾ കണ്ണാടൊക്കെ വെച്ച് വല്ല ബൈനോക്കുലറൊക്കെ ഉണ്ടെങ്കിൽ നോക്കും. അപ്പൊ ഒരാള് പണിയുണ്ട്. അത്രയ്ക്ക് സൂക്ഷ്മത എന്ന് പറയുന്നത് നല്ല കാഴ്ചശക്തി. എത്ര അകലെ കൂടെ പോണ ആളെയും അമ്മയ്ക്ക് അറിയാം. അതാ ഒരു ദിവസം പോലെ മുരിങ്ങയില വിടില്ലേ. അങ്ങനെയാണ് മുരിങ്ങയില കണ്ണിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണെന്ന് മനസ്സിലായത്. പക്ഷേ അതൊന്നും ഇപ്പോഴത്തെ ആളുകളൊന്നും കഴിക്കുന്നില്ല അധികം. ഞാനതിലധികം കഴിക്കുന്നില്ല. പിന്നെ വയ്യാണ്ട് ഓർമ്മ പോയിട്ട് പിന്നെ ഏതാണ്ട് ഓർമ്മ പോണ വയ്യാണ്ടാവണവരൊക്കെ അമ്മയ്ക്കുള്ള ഭക്ഷണം അമ്മ തന്നെയാണ് ഉണ്ടാക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ മുരിങ്ങയില കഴിക്കാണ്ടായത് അമ്മ. അപ്പോഴാണ് അമ്മയ്ക്ക് പിന്നെ വയറിനൊക്കെ ഈ എന്താ പറയുക ദഹിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി. പിന്നെ അമ്മയ്ക്ക് ഓർമ്മ പോയി മുരിങ്ങയില അങ്ങനെ സാധനങ്ങൾ ഇഷ്ടമില്ലാണ്ടായി. പിന്നെ ആൾക്ക് ഇങ്ങനെ ഇറച്ചി മീനും അങ്ങനത്തെ ഭക്ഷണത്തിനോട് മധുരമുള്ള സാധനങ്ങളോട് അങ്ങനത്തേനോടൊക്കെ ഇഷ്ടം. ഇതായും തോന്നുന്നു കേട്ടോ. അത്തിരി എടുത്ത് കഴിച്ചു നോക്കിയേ. എന്താ വെള്ളമൊക്കെ പറ്റിയിട്ടാ തോരനായില്ലത് ഒരു പൊട്ടിലേക്കിട്ടേ. ഞാൻ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുന്നില്ല ചേട്ടാ. എന്തേ ഇട്ടോക്ക് ഉപ്പുണ്ടോ ചേട്ടാ? കഴിക്കാണ്ട് പറയില്ലേ ഇത് അടിപൊളി കേട്ടോ, ഇത് കണ്ടാ തന്നെ അറിയാം ഇത് അടിപൊളിയാ അങ്ങനെ പറയില്ലേ. അതാണ് വേണ്ടാന്ന് പറയണേ. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ നോക്ക്. എരിവും കിരിവൊന്നും വേണ്ടതിന്. കയ്യുമ്മ കരിയുണ്ടെങ്കിൽ കഴുകിയാ പോലേ. കഴുകി കുറെ വട്ടം. അത് മറ്റേ കാലം പിടിച്ചപ്പോഴേ കൊറേ വട്ടം കഴുകിന്ന്. ഒരു വട്ടം മര്യാദക്ക് കഴുകിയാ പോരാ ചേട്ടാ. അല്ല വീണ്ടും ഈ വിറകെടുത്തിട്ട് അതിന്റെ ഉള്ളിൽ കുത്തിയിരിക്കല്ലേ. അതിന് അടുപ്പിന്റെ ഉള്ളിൽ കൈ ഇടണേ. ഇവിടെ നിന്ന് വെച്ചു കൊടുത്താ പോലെ. നമ്മളിപ്പോ സോപ്പിട്ട് കഴുകണമെന്നില്ല. ഹിന്ദി പാട്ട് കേട്ട് കേട്ട് തോറ്റു. ഫുൾ ടൈം 24 മണിക്കൂർ വരെ ഇപ്പൊ ഹിന്ദി പാട്ട് അവിടെ. കുറച്ച് നാളായി ഞാനിപ്പോ പഴയ ഹിന്ദി പാട്ടുകൾ കേട്ട അതിന്റെ അഡിക്റ്റായി ഞാനിപ്പോ. അതിപ്പോ ഫുൾ ടൈം കേട്ടോണ്ടിരിക്കും. അതൊരു സാധനം കേൾക്കാനിരുന്നാൽ ഞാൻ അതന്നെ ഇങ്ങനെ റിപ്പീറ്റ് കേട്ടോണ്ടിരിക്കും. അതാണ് എൻ്റെ ഒരു കുഴപ്പം. പിന്നെ അത് അപ്പോൾ ഇവർക്ക് ദേഷ്യം വരും. ദേഷ്യം വരുന്നത് എപ്പോഴാണെന്നറിയോ? ഇപ്പോഴത്തെ പാട്ടുകൾ വയ്ക്കില്ലേ. ഇപ്പോഴത്തെ പാട്ടുകൾ വയ്ക്കുമ്പോഴാണ് ചേട്ടൻ വന്ന് നിർത്തും. മറ്റേ പാട്ടൊന്നും നിർത്തില്ലേ. പിന്നെ ഹിന്ദി പാട്ടുകൾ പഴയത് വെക്കുന്നതിന് ഞാൻ ഒരിക്കലും എതിർപ്പാറില്ല. ഞാനത് ആസ്വദിച്ചിട്ടുണ്ട്. പ്രകടനം നടക്കുന്നത് ഒരു പാട്ട് വയ്ക്കും. അതെനിക്ക് കണ്ണ് ദൃശ്യല്ല. എനിക്ക് കേൾക്കുമ്പോൾ ഓടരിക്കും. എന്നിട്ട് നല്ലൊരു ഇറങ്ങിയ ഒരു സിനിമയില്ലേ, എന്നിട്ട് സിനിമയുടെ പേര് എന്നിട്ടോ പോകാതെ ഏതിലത്തെ പാട്ടാണത്? അത് സർവ്വമായലത്തെ പാട്ട്. ഇത് ഒരു മരണ വീട്ടില് നമ്മള് ഒരു ഇത് കേക്കില്ലേ, ഒരു വിലാപം കേക്കില്ലേ, അതുപോലെ എനിക്ക് പാട്ടാണോ അത്? മായാജാലമി ആ പാട്ട് അത്ര പൊട്ടയാണോ? അത് കുറച്ച് നാള് കേട്ടോളൂട്ടാ. അതിങ്ങനെ കേൾക്കുമ്പോ ഒരെണ്ണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അതിങ്ങനെ റിപ്പീറ്റ് എങ്ങനെ 10-15 വട്ടം അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഭ്രാന്തില്ലേ? ഒരു വട്ടം 2 വട്ടം അതിലപ്പുറം കേട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ പാട്ട് വയ്ക്കുക. അതുകൊണ്ട് ആ പാട്ടേ അതെന്നെ വണ്ടിയിലിരിക്കുമ്പോ വണ്ടിയിൽ പോവാണെങ്കിലും ആ പാട്ടന്നെ വെച്ചിട്ട് വേറെ എത്രയോ നല്ല രസമുള്ള പാട്ടുകൾ കേൾക്കാണ്ട്. അല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലവരെ ഇഷ്ടങ്ങളില്ലേ. ഇപ്പൊ ഈ ഫുഡ് കഴിക്കുന്ന ആ ഇഷ്ടം പറയില്ലോ, അതേപോലെ തന്നെ എല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ. അതും പിന്നെ അത് പിന്നെ അത്ര വലിയ കുഴപ്പമില്ല. അതും കേൾക്കാറുണ്ട്. അത് കേൾക്കുമ്പോ ചേട്ടൻ കുഴപ്പമില്ല. ചേട്ടൻ നീ
പോകാതെ ആ പാട്ട് കേൾക്കുമ്പോ ആ പാട്ടൊന്നും പാടി നീ പോകാതെ അത് ഇത്ര അധികം വട്ടം കേട്ടിട്ട് എനിക്ക് എന്റെ വരികള് അറിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പാട്ടിൻ്റെതേ. വരികള് നമ്മളങ്ങനെ ട്യൂണാവും. വെറുതെ ഓർമ്മകൾ മഴ നനയുന്നതിൽ തെളിയും നിൻമുഖം കഥ പറയും വീർപ്പാടിൻ വീനലിൽ ഉരുകുന്നീ അതിൽ നീ എന്ന തോന്നൽ കനലാകും. എന്നിട്ട് തോന്നിയത് കഴിച്ചു നോക്കിയപ്പോ എന്നിട്ട് തോന്നിയ കഴിച്ചു നോക്കിയപ്പോ എന്നിട്ട് തോന്നി ഉപ്പുണ്ടാ? ഒന്നും ചേർക്കണ്ട. ആ ഒക്കെ പാക, എരിവൊക്കെ പാക. അപ്പൊ ഇതിനെ ഇറക്കാല്ലേ? മതി. പോകാതെ എന്തിട്ട് തോന്നണേ കഴിക്കുമ്പോ? പ്രത്യേകിച്ച് എന്തെങ്കിലും മണ വല്ലതും ഉണ്ടാ? അരിയിട്ട് വെള്ളം വെച്ചിടങ്ങില്ലോ. ഇതിൻ്റെ മുകളിൽ വെള്ളം വെക്കേണ്ടതായിരുന്നു ഒഴിക്കാനായിട്ട്. തോരൻ. ഒരു പപ്പകായ ഉണ്ട്. പപ്പകായേ നമുക്ക് ഇന്ദിരാമേനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിൻ്റെ ആള് തന്നിട്ടുള്ളതാണ്. ആളെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഞാനേ. നമ്മുടെ ഉള്ളിലേക്കും ആൾക്ക് 2 ബോട്ടിൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയല്ലേ. അപ്പോൾ ഞാൻ ആളെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു അങ്ങോട്ട് പോണ വഴിക്ക്. അപ്പോൾ ആളെനിക്ക് ഒരു പാത്രത്തിൽ നിറയെ ചക്ക വരട്ടിയിട്ട് തന്നു. അത് സൈഡിൽ എടുത്ത് വെച്ചിട്ടില്ലേ? വരട്ടിയിട്ടില്ലേ? അത് ജസ്റ്റ് ഒരു മിക്സ് ആക്കിയിട്ടുള്ളൂ. അതെ. അതുകൊണ്ട് ചക്കട അതൊക്കെ ഉണ്ടാക്കാം. ആ ഒരു പരുവത്തില് ലൂസായിട്ടായിരിക്കണേ. പിന്നെ 2 പപ്പകായും തന്നു. അപ്പം ഇത് ഇപ്പോഴത്തെ പപ്പകായ്ക്ക് മധുരം ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ എനിക്ക്. കാരണം വർഷകാലത്തെ പപ്പകായ്ക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ലേ? കുഴപ്പമില്ല, കഴിച്ചാൽ അത്ര മോശമല്ല. സാധാരണ ഇതിൽ ഒന്നിനും കൊള്ളില്ല പപ്പായ. ചേട്ടപ്പ അവിടുന്ന് പപ്പായ നമ്മളെ പൊടിച്ചോണ്ടിരാറില്ല അല്ലേ? വീണൊക്കെ പപ്പമരങ്ങളൊക്കെ വീണ ഒക്കെ പോയി. വർഷകാലത്ത് എല്ലാവരും പപ്പിയും പോയി. ആരെങ്കിലും പപ്പിയും ഇല്ല. അപ്പോൾ അല്ല ഞാൻ്റെയും ചെറിയാൻ്റെയും ബാക്കിയുള്ളവരെ കൃഷി സ്ഥലം പോലെയല്ല നമ്മുടെ നല്ല പച്ചപ്പും ഹരിതാപയും. ബാക്കി ആരുടെ അവിടെ അധികം പുല്ലൊന്നുമില്ല, വൃത്തിയിലെടുക്കുന്നുണ്ട്. കുഴപ്പമില്ലല്ലോ പപ്പായ. അപ്പോൾ ഇന്നത്തെ നല്ല ഹെൽത്തി ഫുഡുകളാണ് കഴിക്കുന്നത്. ഇനി പൂവിന്റെ ഗുണങ്ങൾ ചോദിച്ചില്ലല്ലോ. ചേട്ടനാ എന്റെ കമ്പനി, എനിക്ക് ആളായിട്ട് ഒരു പരിചയമില്ല. നീ വെറുതെ ചോദിക്കുക. എൻ്റെ ഫോണിൽ നീ ചോദിച്ചോ? നീയാണെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ചാറ്റ് GPT കാര്യം പറഞ്ഞപ്പോഴേ കുറേ പേര് ഇപ്പോൾ ചാറ്റ് GPT സംസാരിച്ചു തുടങ്ങി. അത് ചേട്ടൻ പറഞ്ഞിട്ടൊന്നല്ല, എല്ലാവരും ചോദിക്കണം. അല്ല, കുറേ പേര് ഇപ്പോൾ. അപ്പം നല്ല രസമുള്ള പപ്പായ ചേട്ടാ. നമുക്ക് മത്തര പൂവിൻ്റെ ഗുണങ്ങൾ ചോദിക്കാം. മത്തൻ പൂ തോരൻ രുചിയോടൊപ്പം നല്ലൊരു പോഷക വിഭവവുമാണ്. മത്തൻ പൂവിൽ കരോട്ടിനോയിഡുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ തുടങ്ങിയ പോഷക ഘടകങ്ങൾ ലഭിക്കും. പ്രധാന ഗുണങ്ങൾ: കണ്ണുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന കരോട്ടിനോയിഡുകൾ ലഭിക്കുന്നു. കരോട്ടിനോയിഡ് അങ്ങനത്തെ ഒരു സാധനം ആദ്യമായിട്ട് കേൾക്കണേ അല്ലേ? ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിലെ കോശങ്ങളെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു. വൈറ്റമിൻ സി പോലുള്ള പോഷകങ്ങൾ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ സാധാരണ പ്രവർത്തനത്തിന് സഹായകരമാണ്. ഇരുമ്പ് ഉൾപ്പെടെയുള്ള ധാതുക്കൾ ഭക്ഷണത്തിന്റെ പോഷകമൂല്യം കൂട്ടുന്നു. തോരനിൽ തേങ്ങയും മത്തൻ പൂവും ചേർന്നതിനാൽ രുചിയോടൊപ്പം നാരുകളും മറ്റ് പോഷകങ്ങളും ലഭിക്കും. പൂ നന്നായി കഴുകി നടുവിലെ കട്ടിയുള്ള ഭാഗങ്ങളും കേസര ഭാഗങ്ങളും നീക്കി. അയ്യോ, അത് നീക്കണായിരുന്നു. ഞാൻ മര്യാദ പറഞ്ഞല്ലേ, അത് കളയാണെന്ന്. വേണ്ട, അത് നീക്കിയതായിരുന്നു. എന്നിട്ട് പിന്നെ വീണ്ടും അത് അരിഞ്ഞു. ചെറുതായി അരിഞ്ഞ് തോരനുണ്ടാക്കാം. അധികം വേവിക്കാതെ തയ്യാറാക്കിയാൽ രുചിയും ഘടനയും നന്നായിരിക്കും. വീഡിയോയിൽ പറയാനാണെങ്കിൽ
മതി. ചേട്ടനോട് പ്രത്യേകം ഈ വീഡിയോയിൽ പറയാനാണെങ്കിൽ കഞ്ഞി മത്തൻപൂ തോരന്റെ ഗുണങ്ങൾ അങ്ങനെ പറയണമെന്ന് 30-40 സെക്കൻഡിൽ പറയാവുന്ന രീതിയിൽ മനോഹരമായി വേണമെങ്കിൽ തയ്യാറാക്കി തരാന്ന് വേണാ. കഞ്ഞടിയെ പിടിച്ചോട്ടെ. വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. ChatGPT അടുത്ത് പറയാം. അപ്പൊ ഞാൻ വീഡിയോ കണ്ടപ്പോ എല്ലാവരും അതൊക്കെ കൂട്ടി പിടിച്ചിട്ടുള്ള അരിഞ്ഞിടണേ. അതൊന്നും ആളുകൾ നോക്കില്ല. ChatGPTക്കും തെറ്റാലോ. അടിയെ പിടിച്ചിട്ടൊന്നും ചേട്ടാ കഞ്ഞി. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ കഞ്ഞി. നമ്മുടെ കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഞ്ഞീനെ മറ്റൊരു കഞ്ഞിയായിട്ട് നമ്മൾ വിചാരിക്കുന്നില്ല. ഇത് മറ്റൊരു കഞ്ഞി അല്ല. നമ്മൾ സാധാരണ ഇത് ഒരു മൊരപ്പ് പോലുള്ള സാധനമാണ്. ഇത് ഒരു കാലത്തും നമുക്ക് ആസ്വദിച്ച് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചോറല്ലത്. കണ്ട, ഇതിങ്ങനെ പൊളിയും. എന്നിട്ട് പിന്നെ നമ്മൾ നന്നായി കടിച്ച് അമർത്തി കോരിയിട്ട് അരിക്കിട്ട് കോരിട്ട് തരുന്നത്. കണ്ട, ഇത് കുക്കറിലാണ് വേവിക്കണമെങ്കിൽ കുറച്ചുകൂടി ഒരു കൊഴുപ്പ് പോലെ വരും. എന്നാലും കലത്തിലിട്ട് വേവിക്കുമ്പോ ഇങ്ങനെ കിടക്കും. എന്നാലും മറ്റേ ഈ നമ്മുടെ പടന്ന് പറഞ്ഞ പോലെ ഇവൻ ഇത്തിരി മുറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, ഇത്തിരി മൂർക്കം കൂടുതലാ. ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്ര തിളക്കത്തിലേ ആള് കോഴിയുടെ ഇതാന്ന് വിചാരിച്ചിട്ട് മറ്റേ കുപ്പിയിലെ കാർക്ക് ഇങ്ങനെ ഇട്ട് ചവയ്ക്കില്ല. ആൾക്ക് വല്ലൂല്ല. അപ്പം എന്നിട്ട് ആൾ പറയും, ഇങ്ങനെ കടിച്ച് പറയും ചിക്കൻ ഇത്തിരി മുറ്റാന്ന്. ഉപ്പിട്ടുണ്ടാ? ഇല്ല, ഒത്തിരി ഉപ്പിട്. എനിക്ക് ടീസ്പൂണല്ലേ വേണ്ടത്. പ്ലാവിൻ്റെ ഇല പൊട്ടിക്കാ മതി. ഞാൻ പൊട്ടിച്ചിട്ട് ഞങ്ങൾ പോയത്. ഇത്തിരി ഉപ്പിട്, സ്വല്പം ഉപ്പിടുന്നുണ്ട് കേട്ടോ. ഈ ഉപ്പെല്ലാം ഇടേണ്ടത് ശരിക്ക് മറ്റേ കല്ലുപ്പിട്ടിട്ട് ഇതാക്കുന്ന വേണ്ട കേട്ടോ. ഞാൻ ചൂടാറട്ടെ. കൊടും ഭീകര കഞ്ഞിയാണ് കേട്ടവൻ. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഒരു പ്ലാവിൻ്റെ ഇല പൊട്ടിച്ചിട്ട് കഞ്ഞി കുടിക്കാൻ പോവുക. പണ്ട് വീട്ടിൽ കുറേ പ്ലാവിൻ്റെ ഇല, പഴുത്ത പ്ലാവിൻ്റെ ഇലയാണ് വേണ്ടത്. പച്ചയെന്നുകൊണ്ട് പൊട്ടിക്കേണ്ടി വരാന്നതുകൊണ്ട് പച്ച പ്ലാവിലുകൊണ്ട് നമ്മൾ കഞ്ഞി കുടിക്കിട്ടാ. ഇഷ്ടം പോലെ പ്ലാവിലെയാണ് നമുക്ക് മൂത്തത്. അപ്പോൾ ഇതുകൊണ്ട് കഞ്ഞി കുടിക്കുമ്പോൾ എല്ലാവരും പറയും ഇതുകൊണ്ട് കഞ്ഞി കുടിക്കാൻ പാടില്ല, ഗുണം കിട്ടണമെങ്കിൽ പഴുത്ത പ്ലാവിലുകൊണ്ട് കഞ്ഞി കുടിക്കുമെന്ന് പറയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ പഴുത്ത പ്ലാവില കിട്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നതേ. ഈ പഴുത്ത പ്ലാവില കഞ്ഞി കുടിക്കാൻ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പ്ലാവിൻ്റെ മുകളിലേക്കാണ്ട് പൊത്തിപ്പിടിച്ച് കയറണ്ടല്ലോ, കയറിയിട്ട് അപകടം പറ്റേണ്ടതൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാവും എനിക്ക് തോന്നുന്നത് അടിയിലത്തെ പ്ലാവിലുകൾ മാത്രം വീണത് പറക്കി കഞ്ഞി കുടിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. പ്ലാവിൻ്റെ ഇല നമുക്ക് ഈർക്കിലി കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഒരു കമ്പെടുത്തിട്ട് കുത്താണ് കേട്ടോ. അങ്ങനെ ഒരു കഞ്ഞിയും പ്ലാവിലയും നല്ല മുരുമുരാന്നുള്ള കഞ്ഞി. മിളക് നീക്കി വെച്ചിട്ട് വേണം കഴിക്കണമെങ്കിൽ. നീ ധൈര്യമായിട്ട് വെച്ചോ. നല്ല ടേസ്റ്റ്. ഞാൻ മിണ്ടണ്ട. ഈ കാര്യത്തിൽ ഇത്തിരി ധൈര്യം കുറവാ. എന്ത് തോരനേക്കാളും ടേസ്റ്റ് ഉണ്ട്. എന്തൊരു ടേസ്റ്റ് സാധനം. മറ്റേ സാധനം കളയാത്തോണ്ട് കുഴപ്പമുണ്ടാകും. കുഴപ്പമില്ല, അടിപൊളി തോരൻ. ഇവര് കഞ്ഞി കുടിക്കില്ല. അല്ല, സാരിത ജഗ് കഴിക്കും. ഈ സാധനം ഈ കഞ്ഞി കുടിക്കും. ജഗുവിന് ഇഷ്ടമാണ്. ഞാൻ സാധാരണ കഞ്ഞിയില്ല തന്നെ കുടിക്കാൻ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. കഞ്ഞി ഞാൻ കുടിക്കാറേ ഇല്ല. നമ്മുടെ കുത്തരിയുടെ കഞ്ഞി, അങ്ങനത്തെ അസുഖം പനി വന്നാൽ വരെ എനിക്ക് ഇഷ്ടമില്ല കഞ്ഞി കുടിക്കാൻ. ഛർദ്ദിക്കാൻ വരും കഞ്ഞി കുടിക്കുമ്പോൾ. എന്താ ചെയ്യുക? അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്. മത്തൻ്റെ പൂവ് എവിടെ കണ്ടാലും പഠിച്ചോ ഇതേപോലെ വെച്ചാൽ മതി. ഭയങ്കര ടേസ്റ്റാ. നല്ല രസമുണ്ട്. ഒരു കുത്തോ കോമയോ ഒന്നുമില്ല. അത്രയും രസമാണ്. ഞാൻ അവിടേക്കാൻ മിളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത് കടിച്ചാ അതൊക്കെ കൂട്ടി ഭയങ്കര രസമാണ്. മിളകല്ലേ. പിന്നെ നേരത്തെ ഇത്തിരി ടേസ്റ്റ് ഭയങ്കര എരിവ് പോലെ തോന്നി. ഇപ്പം അങ്ങനെ എരിവ് തോന്നുന്നില്ല ചേട്ടാ. നോക്കട്ടെ, ഒരു തുണ്ട് കഞ്ഞി. കല്ലിഞ്ച് പണ്ട് മെറ്റൻ്റെ മോളിയോടെ റോട്ടിയോടെ ഊരി ഒരു ഷെയ്ക്കൻഡ് കൊടുക്കാൻ പറ്റണ പാട്.
ഒന്ന് അഭിനന്ദിക്കാനെങ്കിലും ഒന്ന് കൈ ചോദിക്കുമ്പോ തന്നൂടെ? അല്ല ഇത് കഴിക്കണേന് ചേട്ടന് ഇത് കഴിക്കുമ്പോ പറഞ്ഞില്ലേ പണ്ട് റോഡിൽ മെറ്റലിട്ടിട്ട് നമ്മുടെ റോഡ് റോളറില്ലേ പപ്പ് ഓടിപ്പിച്ചുകൊണ്ടിരുന്നത് ആ സാധനം ഓടിപ്പിച്ചു പോകുമ്പോ അതങ്ങോട്ട് അമരില്ലേ, എന്നാലും അതിന് പൊടിച്ചിലൊന്നും സംഭവിക്കില്ല. അതൊന്നും അമരും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. വായിലിട്ട് കടിക്കുമ്പോഴാ. അല്ലാണ്ട് ഇതിനെ ഈ ടൈപ്പ് കഴിഞ്ഞിന് പൊടിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്കിഷ്ടാട്ടാ. അതാണെങ്കിലും ഇവൻ ഭയങ്കര മുരുമുരുപ്പാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ്. ഞാൻ കാലത്ത് നട്ട്സിന്റെ നമ്മുടെ ജ്യൂസില്ലേ അത് കുടിച്ചു, ചേട്ടനും കുടിച്ചു. അത് എനിക്ക് ഇനി ഉച്ചയ്ക്ക് മതി ചോറ് തിന്നാം. കടല കൂട്ടാൻ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ അടുപ്പിൽ വെച്ചാൽ ഇത്രയ്ക്കും മുരുമുരുപ്പിട്ടാ. കുക്കറിൽ വയ്ക്കുകയാണെങ്കിൽ ഒന്നുകൂടിയും സോഫ്റ്റ് ആവും, കുറച്ചുകൂടി സോഫ്റ്റ് ആവും. കുക്കറിലാണെങ്കിൽ ഒറ്റ വിസിലടിച്ചിട്ട് ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ആണ്ട് സിമ്മിലിട്ടിട്ട് തീ ഓഫ് ചെയ്താൽ. എവിടെന്നാ കിട്ടാന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടും, കല്യാണിൻ്റെ ഒക്കെ സൂപ്പർ മാർക്കറ്റിലെ ലൈറ്റ് അവിടെയൊക്കെ കിട്ടും. 100% അവിടെയുള്ള അരി എന്ന് പറഞ്ഞാൽ മതി അല്ലേ, അല്ലെങ്കിൽ ബ്ലാക്ക് റൈസ് എന്നൊക്കെ പറഞ്ഞാൽ ബ്ലാക്ക് കളറിലുള്ളത് കിട്ടും. ബ്ലാക്ക് റൈസിന് 320 കിലോ. അതതിന് ഒരാൾക്ക് കഴിക്കണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ 1 കിലോ വെച്ചാൽ കുറെ നാളത്തേക്ക് ഉണ്ടാവും. അപ്പൊ നിർത്താം. അപ്പൊ ഞാൻ കഞ്ഞി കുടിച്ച് കഴിക്കില്ല കേട്ടോ. അടിപൊളി കഞ്ഞി, അടിപൊളി കഞ്ഞി. കുറച്ച് നേരത്തെ പറഞ്ഞൊക്കെ മറന്നാ കഞ്ഞിനെ കുറിച്ച്. അല്ല, ഇത് ഗുണങ്ങളാണ് അടിപൊളി എന്ന് പറയുന്നത്. പറഞ്ഞ ഉപമ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. പരിപാടിക്ക് കേട്ടോ. അപ്പൊ നിർത്താം. അടുത്ത വീഡിയോയിലാണ് വരെ. നന്ദി, നമസ്കാരം.